അതെ മാഡം, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്റെ പേര് ജൗസീന എന്നാണ്. സ്ഥലം മലപ്പുറം ജില്ലയിലെ പലകപ്പറമ്പാണ്. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. NLPയിൽ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയോഗ്രാം. പിന്നെ ഞാൻ വർക്ക് ചെയ്യണത് ഒരു ഹോസ്പിറ്റലില്, പടപ്പറമ്പ് അഷ്റഫ് ക്ലിനിക്കിലാണ് ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂൾ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ സ്പീക്കർ ആണ്, ട്രെയിനർ ആണ്. പിന്നെ അതുപോലെ തന്നെ HSC മീൻസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ, റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി NLPയും ഞാനും തമ്മിലുള്ളൊരു ബന്ധം എന്താണ് എന്നുള്ളത്, എന്താണ് NLP, ഇതിൽ കേറിയിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? കുറെ ആൾക്കാർക്ക് അറിയും തോന്നുന്നുണ്ട് എന്താണ് NLP എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ NLP പഠിക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടാവുക. ഇനി ഞാനും NLPയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു എന്താ പറയാ ബാക്ക് ബോണ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു NLP പഠിച്ചത് കൊണ്ട് തന്നെയാണെന്ന് പറയാം. അതിന്റെ മുന്നേ ഞാൻ വെറും ഒരു സാധാരണ 9ാം ക്ലാസ് വരെ പഠിച്ച, 9ാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിഞ്ഞ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ചെയ്തു തരും. അങ്ങനെ ഒന്നും അറിയാതെ ഒരു റോഡ് പോലും ക്രോസ് ചെയ്യാൻ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ കുട്ടിയാണ്. അപ്പൊ അറിയാലോ, കുറച്ചൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒന്നും അറിയാത്ത, എന്തിനും ആരും ആശ്രയിക്കേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു എന്റേത് എന്നുള്ളതാണ്. പക്ഷെ ജീവിത രീതിയും പിന്നീട് നമ്മൾ എത്തിപ്പെട്ട സ്ഥലവും ഒക്കെ നമ്മൾ എന്താ പറയാ, ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നു. അവിടുന്നാണ് എന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഞാന് പഠിത്തം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് പിന്നെ ഒരു മോനായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 6 വർഷം വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പഠിത്തം കണ്ടിന്യൂ ചെയ്യണതും നമുക്ക് എപ്പോഴും നമ്മളൊരു സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ളത് മനസ്സിൽ തോന്നി തുടങ്ങിയപ്പോഴാണ് വീണ്ടും പഠിത്തം ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. അതും എൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവണം നമുക്ക്, അതാണ് നമ്മളെ അനുഭവങ്ങള്. ആ അനുഭവങ്ങളാണ് നമ്മളെ പടിപടിയായി ഉയർത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പഠിച്ചു എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. പല ആൾക്കാർക്കും ഉണ്ടാവും പഠിച്ചു അത്, പക്ഷെ നമുക്കൊരു ജോലി കിട്ടിയെന്ന് വരൂല, അതല്ലെങ്കിൽ വേറെ പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരൂല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം നമുക്ക് പേടി എന്നുള്ളതാണ്. എന്തോ ഒരു സംഭവം, എന്തോ ഒന്നിന്റെ ഒരു ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ നമ്മളെങ്ങനെ ഇട്ട് ടൈറ്റ് ആക്കിയിട്ടിട്ട് അതിനെ പൊട്ടിച്ചെറിയാൻ നമുക്ക് പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ ബാക്കിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന ഒരു സംഭവം. ഞാൻ ഈ ഒരു NLP എന്നുള്ള ഒരു കോഴ്സ് ചെയ്ത് മുഹമ്മദ് അലി സാർ എന്നൊരു വ്യക്തിനെ ഞാൻ കണ്ട് ഈ NLPന്റെ ബേസിക് എന്നുള്ള ഒന്ന് ചെയ്തതോട് കൂടിയിട്ട് തന്നെ ഞാൻ ആ ഒരു ചട്ടക്കൂട്ടിന്ന് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിലെ ഉള്ളിലെ കഴിവുകൾ എന്താണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും, പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, പക്ഷെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു കോഴ്സ് ചെയ്ത് ഇതിൽ ഒരുപാട് നമുക്ക് NLPയിൽ ഒരുപാട് ടൂളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു വന്ന് എന്നിലെ സ്കില്ല് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, 4 ഗവർണർ അവാർഡ് കിട്ടി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സോഷ്യൽ വർക്കറാണ്. ഒരുപാട് ആളുകളെ മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പറ്റിയിട്ടുള്ളത് ഈ ഒരു NLP എന്നൊരു കോഴ്സ്. ബാക്കി ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും NLP എന്നൊരു കോഴ്സിലൂടെ മാത്രമാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ബേസിക് ചെയ്യാം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 100% ഷുവർ ആണ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വെറുതെ ആവൂല. നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്.
അതിനുള്ള ഒരു തുടക്കമാണ്. പഠിച്ചോന് നമുക്ക് പഠിച്ചോന്റെ രൂപത്തില് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയൊന്നുമില്ല. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ഒരു ഫലമായിട്ട് നമുക്ക് അവസരങ്ങളായിട്ട് പഠിച്ചോന് മുന്നിൽ വരും. അങ്ങനെ ഒരു അവസരമാവും ചിലപ്പോ നിങ്ങളെ പ്രാർത്ഥനന്റെ ഫലമായിട്ട് നിങ്ങളെ ഉന്നതിയിൽ എത്തിക്കാൻ പഠിച്ചോന് നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു വഴിയാവും ഈ ഒരു NLP. എനിക്ക് വിശ്വാസമുണ്ട് അത് ആവും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ബേസിക് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ മുന്നിൽ പഠിച്ചവൻ ഈ ഒരു ബേസിക് കോഴ്സിന്റെ മുന്നിൽ ആയിട്ടാവും എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ ഒരു NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്നാണ്. NLP എന്ന് NLPന്റെ ഫുള്ള് ന്യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോ നമ്മളെ നാഡീവ്യൂഹങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷകളെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ലിംഗ്വിസ്റ്റിക് ആശയവിനിമയങ്ങളെ പറഞ്ഞു. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെരുമാറ്റത്തെ ഒക്കെയാണ് പറയുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇതിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെരുമാറ്റ രീതിയും ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇതൊരു ബിഹേവിയർ സയൻസ് ആണ്. NLP എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ സയൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് അതിനെ എന്താ പറയാ, ജീവിതത്തിലെ പല കാര്യങ്ങളും ഒരു പേടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് എന്നുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ള ഇതിന്ന് ഏറ്റവും ഈസി ആയിട്ട് ആളുകളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, പെയിൻ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും പേടി ആയിക്കോട്ടെ, എന്തിനും പരിഹാരം കണ്ടെത്താൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ NLP ആണ്. NLPയിലെ ഓരോ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പല ട്രീറ്റ്മെന്റും കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടലുണ്ട്. അപ്പൊ അതിനൊക്കെ ഏറ്റവും ഒരു സ്പീഡപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ NLP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൽ വന്ന പല പുതിയ ആളുകൾ ഉണ്ടാവും, NLPനെ കുറിച്ചിട്ട് തീരെ അറിയാത്ത ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ NLPനെ കുറിച്ചിട്ട് അറിഞ്ഞു വന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ നിങ്ങൾക്കൊക്കെ പല ഡൗട്ടുകളും ഉണ്ടാവും ഇതിൽ. NLP എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്താൽ എന്താണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അത് വെച്ചിട്ട് തുടങ്ങാം. ജസ്റ്റ് നമ്മള് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ. NLPന്റെ ശരിയായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടലും കാര്യങ്ങളും നടത്താം. നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോ സംസാരിക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഞാന് നാട്ടിലല്ല ഉള്ളത്, ഞാൻ സൗദിയിലാണ് ഉള്ളത്. ക്ലിയർ ആണ്, സൗണ്ട് ക്ലിയർ ആണ് മാഡം, വെരി ക്ലിയർ. സൗണ്ട് വീഡിയോ എല്ലാം ക്ലിയർ ആണ്. ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്താന്നുള്ളതൊന്നും അറിയണില്ല, കട്ടായി പോയോ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു NLP പഠിക്കണം എന്ന് തീരുമാനിച്ചത് എന്ന് ചോദിക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ആക്കും. പരിചയമുള്ള മുഖങ്ങളിൽ സിന്ധു മാം, ഹായ്. ഇതൊന്ന് ഓൺ ആക്കിയിട്ട് പറയാം. ഒന്ന് ജസ്റ്റ് മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. എന്താണ് മാമിന് ഈ ഒരു NLP പഠിക്കണം എന്ന് തോന്നാനുള്ള ഒരു കാരണം? നമുക്ക് അതൊന്ന് തുടങ്ങാം. ജൗസിന മിസ്സിന് എനിക്ക് പണ്ടേ അറിയാം, നമുക്ക് പരിചയമാണല്ലോ. അന്ന് മുതലേ മിസ് എപ്പോഴും പറയണ NLP. അപ്പൊ അന്നേ എനിക്ക് NLP എന്താന്ന് അറിയാനൊരു ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. അതിൽ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതിലൂടെ നല്ല ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. എന്റെ കാര്യം മിസ്സിന് അറിയാലോ.
അപ്പോ ഉം. എല്ലാത്തിൽ നിന്നും ബാക്കിലേക്ക് വലിയുന്ന ഒരു പ്രകൃതാണ് ഞാൻ. എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് എന്റെ കഴിവുകൾ ഞാൻ തന്നെ മനസ്സിലാക്കാതെ ബാക്കിലേക്ക് വലിയുന്ന ഒരു പ്രകൃത. അപ്പൊ അത് എനിക്കൊരു മാറ്റം വരണമെന്ന് എനിക്ക് അന്നേ ആഗ്രഹമുണ്ട്. ഈ NLP എന്ന് മിസ് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ എനിക്ക് അത് ചേരണം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ജസ്റ്റ് ഞാൻ ഇപ്പൊ ഫ്രീയും ആണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ വിദ്യാനഗർ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇപ്പൊ ഞാൻ വർക്കും ചെയ്യണില്ല. അപ്പൊ ഞാൻ ഫ്രീ ആണ്. അപ്പൊ എന്തായാലും ഒരു മാസത്തെ കോഴ്സ് അല്ലേ, അത് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചേർന്നാണ് ഇതില്. ഓക്കെ. സിന്ധു മിസ്സിനോടുള്ള ഒരു ചോദ്യം, മിസ്സിന് തോന്നിയിട്ടുണ്ടോ എന്റെ ഒരു മാറ്റം? പിന്നെ അത് ഞാൻ എന്താന്ന് വെച്ചാല് വിദ്യാനഗറിൽ മിസ് ആദ്യം വന്ന സമയത്തൊക്കെ അന്ന് മിസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. NLP കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു മാറ്റമാണ്. ഞാനിപ്പോ നമ്മളിപ്പോ പേഴ്സണലായിട്ട് അങ്ങനെ വിളിക്കാറും ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ മിസ്സിനെ പറ്റി അറിയുന്നുണ്ട്, പല കാര്യങ്ങളും അറിയുന്നുണ്ട്. നല്ലൊരു മാറ്റമാണ് മിസ്സിന് ഉള്ളത്, വന്നിട്ടുള്ളത്. നല്ലതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു സാധാരണ സ്ത്രീക്ക് എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറം മിസ് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. ഞാനൊരു സാധാരണ ഒന്നിനും ഒരു ധൈര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പൊ എന്തിനും ഏതിനും ധൈര്യമാണെന്നുള്ള ഏത് മേഖലയിലാണെങ്കിലും എവിടെ പോയിട്ട് ക്ലാസ് എടുക്കാനാണെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിലും ഒരു പേടിയില്ല, ഒന്നിനും ഒരു പേടിയില്ലാതായിട്ടുണ്ട്. അത് NLP കൊണ്ട് തന്നെയാണ്. ഈ NLP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ തലച്ചോറും നാഡീവ്യൂഹങ്ങളും തമ്മിലുള്ള ഈ ഒരു ആശയവിനിമയം അത് പെട്ടെന്ന് ലളിതമായ രീതിയിൽ അതിനെ നിയന്ത്രിച്ച് നമ്മളെ ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതന്നെയാണ് അത്. ഇപ്പൊ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു നമ്മളെ ഈ നാഡീവ്യൂഹങ്ങളും അതുപോലെ തന്നെ ഈ തലച്ചോറും തമ്മിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതന്നെ മതി. ഒരു പൊട്ടന്മാരായിക്കോട്ടെ, മന്ദബുദ്ധികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവർക്കും കഴിവുകളുണ്ട്. നമ്മളെ 5 സെൻസ് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും അറിവ് നേടാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. ഒന്നും ആർക്കും പറ്റാത്തതില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ആദ്യം മനസ്സിൽ നമ്മൾ തന്നെ കൊടുക്കുകയാണ്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുകയാണ്, അതെനിക്ക് പറ്റൂല, ഞാൻ ചെയ്താൽ ശരിയാവൂല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ അത് ചെയ്താൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം അതാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത്. മറ്റുള്ളവരല്ല നമ്മളെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ആ ഒരു തീരുമാനം ഇന്ന് നമ്മൾ ഉറച്ചെടുക്കണോ അന്ന് നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല. കാരണം മറ്റുള്ളവരെ വായ നമുക്ക് മൂടിക്ക, നമ്മളൊരു 100 ശരി ചെയ്തു കഴിഞ്ഞാലും ഒരു തെറ്റ് ചെയ്താൽ അതിൽക്കാണ് ആളുകൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതിനെയാണ് എടുത്ത് പറയാ. നമ്മൾ ചെയ്ത ശരി ആരും പറയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാം നമുക്കൊരു കോൺഫിഡന്റ്, NLP ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് വരുന്ന ഒരു ചേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. അതിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് മേഖലകളിൽ വന്നിട്ടുണ്ട്. 1ഉം 2ഉം ഫീൽഡിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ആളുകൾ തളർത്തിയിട്ടുണ്ട്. എന്തൊക്കെ കേട്ടിട്ടുണ്ട്, ഒരു പെണ്ണ് കേൾക്കാൻ പറ്റാത്ത അത്രയും ഞാൻ കേട്ടിട്ടുണ്ട്. പല ചോദ്യങ്ങൾ എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ HSന്റെ ട്രെയിനർ ആണെന്ന് പറഞ്ഞല്ലോ, അതിൽ പോകുമ്പോ ക്യാമ്പ് ഉണ്ടാവും. അതിൽക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതൊക്കെ അത്രയും ഒരു മിലിറ്ററി ഇതിലാണ് വരുന്നത്. നമ്മൾ അത്രയും മെനക്കെട്ട് പിന്നെ റിസ്ക് ഒക്കെ എടുത്തിട്ട് ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഓരോ വേർഡ്സുകൾ അത്രയും അങ്ങനെയാണ് കേൾക്കുക. എന്തിനാണ് പോയത്, 3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വേറെന്തോ കാര്യത്തിന് പോയതാണ്. നമ്മളെ നാട്ടുകാരുടെ സ്വഭാവം അറിയാം, ഈ രീതിയിലാണ് സംസാരിക്കുക. പക്ഷെ അതിലൊന്നും ഞാൻ തളർന്നിട്ടില്ല. ഞാൻ അതിന് കൊടുത്ത മറുപടി, ഓരോ ക്യാമ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ഓരോ വർഷവും ഞാൻ ഓരോ അവാർഡുകളും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മള് പത്രത്തിലായിട്ടും ന്യൂസിലായിട്ടും ഒക്കെ എന്തുണ്ട്, അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവരെ വാക്ക് കേട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തൂല. നാട്ടുകാരുടെ വാക്കുകളോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരെ വാക്കുകളോ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
എവിടെ എത്തൂല. ഞാൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും, മുന്നിലേക്ക് എടുത്തു വെച്ച കാലം ഒരിക്കലും ഞാൻ ബാക്കിൽ എടുത്തു വെച്ചിട്ടില്ല. അത് ചെയ്ത് കാണിച്ചു കൊടുക്കും അതിന്റെ റിസൾട്ട്, അത് ഉന്നതിയിൽ എത്തിച്ചിട്ട് തന്നെ. ഈ പറഞ്ഞ ആളുകളൊന്നും ഈ പത്രത്തിലോ അതല്ലെങ്കിൽ ന്യൂസിലോ ഒരു ചെറിയൊരു ഭാഗത്ത് പോലും ഇവർക്ക് ആർക്കെങ്കിലും വരാൻ പറ്റിയിട്ടുണ്ടോ? ഞാനത് ചോദിച്ചിട്ടുണ്ട് പല ആളുകളെടുത്തും. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കുറ്റപ്പെടുത്തിയ ആളുകളെടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതിന് ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടോ? അതിന് പോലും യോഗ്യതയില്ലാത്ത ആളുകളാണ് നമ്മളടുത്ത് ഈ രീതിയിൽ സംസാരിക്കാൻ വരുന്നത്. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ കേട്ട് പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കഴിവുള്ള ആളുകൾ എന്താണ് വരൂല. കാരണം എന്താണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെ പറയില്ലേ, മറ്റുള്ളവർ അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല കഴിവുള്ള ആളുകൾ എന്നെ ഒന്നിനും വരാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പല ആളുകൾ പഠിച്ചിട്ട് PG എടുത്തിട്ട് BEd ചെയ്തിട്ട് അടുക്കളയിൽ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതും മറ്റുള്ളവരെ പേടിച്ചിട്ട് തന്നെയാണ്. എന്തിനാണ് ആ പേടി? നമ്മൾ പേടിക്കേണ്ടത് പടച്ചോനെ നമ്മൾ പേടിക്കണം. പിന്നെ മറ്റുള്ള ആളുകളെ, പടപ്പുകളെ എന്ന് പറയും നമ്മൾ. എന്തിനാണ് അവരെ പേടിക്കേണ്ട ആവശ്യം? നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിലുള്ളൂ അതിനാണ് പടച്ചോനെ പേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പടച്ചോനെ പേടിക്കണം എന്തിനാണ്? നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പടച്ചോനെ പേടിക്കണം, ശരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പടച്ചോനെയും പേടിക്കണ്ട. നല്ലതാണ് ചെയ്യുന്നത്. പടച്ചോനെ പേടിച്ചാൽ പോരെ? തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ആളുകളെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ളവർ ഇല്ലാത്ത കാര്യങ്ങൾ പറയണതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചെയ്യണ കാര്യം പിന്മാറേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമുക്ക് ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നു തരുമോ? ആരും കൊണ്ടുവന്നു തരൂല. അതേ സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇതിന്നൊക്കെ നമ്മൾ പുരോഗതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇതിലൊക്കെ പുരോഗതിയിൽ എത്തി, നമ്മൾ നല്ലൊരു പൊസിഷനിൽ എത്തിയാൽ ഈ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ടാവും. അതൊന്ന് നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരുന്ന ആ സമ്പാദ്യം കൊണ്ട് വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ അത് വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഈ കുറ്റപ്പെടുത്തിയ ആളുകൾ തന്നെ ഉണ്ടാവും, ഒരു ഉളുപ്പില്ലാതെ നമ്മളെടുത്തുന്നത് വാങ്ങിക്കാൻ. നമ്മുടെ അടുത്തുനിന്ന് കടം വാങ്ങിക്കാനും ഉണ്ടാവും ഈ പറഞ്ഞ ആളുകൾ. അപ്പൊ ഇവിടെ മാറേണ്ടത് നമ്മളാണ്. നമ്മളെ ശരിയും തെറ്റും, നമ്മളെ സന്തോഷം, നമ്മളെ ദുഃഖവും തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതല്ലാതെ വേറെ ഒരാളുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ലത് ട്ടോ, ചീത്ത കാര്യത്തിന് അല്ല, നല്ല കാര്യങ്ങളിൽ മാത്രം. ചീത്ത കാര്യങ്ങൾ നമ്മളെല്ലാരും പേടിക്കണം. നമ്മളെ പാരന്റ്സിനെയും നാട്ടുകാരെയും എല്ലാരും പഠിച്ചോണം. കൂടുതൽ പഠിച്ചോണം, അതിലപ്പുറം വേറെ ഒന്നുമില്ല. പേടിക്കണം ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ. നന്മ ചെയ്യാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അവിടെ ചിലത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറയുമല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടേണ്ടി ഉണ്ടാവും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷെ എന്തുണ്ടാവും, നമ്മളെ പല കാര്യങ്ങൾക്കും പരിഹാരമാവും. അത് എന്താണോ അത് നമ്മൾ കണ്ടെത്തണം. എന്താണോ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടത് അത് നമ്മൾ കണ്ടെത്തണം. ആ സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ റിമൂവ് ചെയ്യണം. അതിനെ നമ്മളെ മൈൻഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. അത് നമുക്ക് ഈ ഒരു NLP കൂടി പറ്റും. മൈൻഡിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ. ഒരുപക്ഷെ നിങ്ങളെ പേടിയാവും, ഒരുപക്ഷെ ചില ബന്ധങ്ങളാവും, ചില ഫ്രണ്ട്ഷിപ്പ് ആവും. എന്താണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉന്നതിയിൽ എത്താൻ പറ്റാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത്? ഒരുപക്ഷെ ബിസിനസ്സിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ശരിയാവണില്ല, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ശരിയാവണില്ല, അല്ലെങ്കിൽ വേറെ നമ്മളെ ഫാമിലിയിൽ നമ്മൾ ശരിയാവണില്ല. എന്തോ ആയിക്കോട്ടെ, ഈ NLP എന്നുള്ളത് ഒരു ഡിഗ്രി ചെയ്തോനോ PG ചെയ്തോനോ ചെയ്യാൻ പറ്റുക മാത്രമുള്ള ഒരു കാര്യമല്ല കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റും. പ്രശ്നം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ പ്രശ്നം പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് ഏത് ഫീൽഡിലുള്ള ആൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു NLP ചെയ്യാൻ പറ്റും. NLP ചെയ്ത് അവര് ഇപ്പൊ ഉള്ള സിറ്റുവേഷനിൽ അവരെ ഉയരങ്ങളിൽ എത്തിക്കാനും പറ്റും. എന്താണോ അവരെ തടസ്സങ്ങൾ, എന്താണോ അവരെ പ്രശ്നങ്ങൾ, അതാദ്യം അത് ഡിഫറെന്റ് ആവും. എന്റെ പ്രശ്നം വേറെ ആവും, നിങ്ങളെ പ്രശ്നം വേറെ ആവും, എല്ലാവരും വേറെയാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ കണ്ടെത്തുക. ഇന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് വേണം, വർക്കുകൾ ഉണ്ടാവും, ആക്ടിവിറ്റി ഒക്കെ തരും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ എഴുതിയെടുക്കാനും ശ്രമിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞു, ജസ്റ്റ് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പരിചയപ്പെടൽ എന്നുള്ള രീതിയിലാണ്, സ്റ്റാർട്ടിങ് ആണ്.
അപ്പോ അതുകൊണ്ട് ഇന്ന് എല്ലാവരും ചെയ്തു വെക്കേണ്ട കാര്യം എന്താണ് നിങ്ങളെ പ്രശ്നം എന്നുള്ളത് എഴുതി വെക്കുക. എന്തിനാണ് നിങ്ങൾ ഈ ഒരു NLP ചെയ്യണം എന്ന് തീരുമാനം എടുത്തിട്ടുള്ളത് ഒന്ന് അത് എഴുതുക. നിങ്ങളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതും എഴുതുക. നിങ്ങളെ സങ്കടങ്ങൾ എന്തൊക്കെയാണോ അതും അതിൽ എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഇന്നത്തെ നിങ്ങളെ ആ ഒരു അവസ്ഥ എന്താണ് എന്ന് ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കുക. മാഡം ശേഷം അസുഖങ്ങൾ എഴുതാൻ പറ്റുമോ? അസുഖങ്ങൾ എഴുതാൻ പറ്റും മാഡം? ഓക്കെ അസുഖങ്ങളും എഴുതാം. എന്തിനുള്ള സൊല്യൂഷൻ ആണ് NLP എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു ക്യാൻസർ പേഷ്യന്റ് പോലും ഉണ്ടായിരുന്നു. ആൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു NLP ട്രീറ്റ്മെന്റിൽ കൂടി ചെയ്തു കൊടുത്തിട്ട്. അപ്പോ എന്തും പറ്റും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളെ അസുഖങ്ങളാണ്. നിങ്ങളെ എന്തിനും ബാക്കിക്ക് വലിക്കുന്നത് നിങ്ങളെ അസുഖമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ അസുഖങ്ങൾ എഴുതി വെക്കാം. വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ വേറെ ഫാമിലി ഇഷ്യൂസ് ആണ്, എന്താണോ നിങ്ങളെ ബാക്കിക്ക് വലിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. എന്നാലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറക്കാതെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതി വെക്കണം. നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഇനി ഇതിന്റെ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ബേസിക് ആണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. അഡ്വാൻസ് മാസ്റ്റർ വരും. മാസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ ആയിട്ട് പറ്റൂല. അപ്പൊ നമുക്ക് അല്ലാത്ത ക്ലാസ് തന്നെ വേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ ആ എഴുതി വെച്ചതൊക്കെ ആവശ്യം വരും. കാരണം ഇതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ഇതിനൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുതിയൊരു രീതിയിൽ എത്താനും പുതിയൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. അപ്പൊ അതിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇതെന്ത് എത്ര സമയത്തെ കോഴ്സ്, എത്ര ഫീസ് വരുന്ന? എങ്ങനെ? ഇത് എത്ര സമയത്തെ കോഴ്സ്, എത്ര ഫീസ് വരുന്ന? ഓക്കെ, ഇത് 3 മാസത്തെ കോഴ്സ്, അല്ല സോറി, 1 മാസത്തെ കോഴ്സ് ആണ് വരുന്നത്. പിന്നെ ഫീസ് വരുന്നത് 3000 രൂപയാണ്. 5000 രൂപയായിരുന്നു, അത് നമ്മൾ 3000 ആക്കിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പേയ്മെന്റ് ഒരു 1000 രൂപ അടച്ചാലും മതി. പിന്നെ തീർന്നതിന്റെ മുന്നേ ബാക്കി കൊടുത്താലും മതി. ഒരു 25,000 വരെ കൊടുത്താലും 25,000 ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ പിന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സിന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ എനിക്കൊരു പൈസ കയ്യിൽ ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ NLP ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ആ NLP കൊണ്ട് ഒരുപാട് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നത് ക്ലാസ് തുടങ്ങണ്ട മാഡം? ക്ലാസ് നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച, ശേഷം കുറച്ച് ആളുകളും കൂടെ വരാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും. ഇനി ക്ലാസ് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. എന്നും 8 മണിക്ക് ഈ ഒരു ടൈമിൽ എന്നും ക്ലാസ് ഉണ്ടാവും. ഇതിൽ എന്താണ് കോഴ്സിൽ മെയിൻ ആയിട്ടുണ്ടത്? എങ്ങനെ മെയിൻ ആയിട്ടുണ്ടത് എന്താണ് കോഴ്സില് ഈ NLP എന്ന് പറയുന്ന? NLP എന്ന് പറയുന്നത് എന്താണെന്നോ? NLP എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ സയൻസ് ആണ്. നമ്മൾക്ക് എന്താണോ നേടേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ പിൻവലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മളെ ഒരു എന്താ പറയാ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരാൾ, ഞാൻ പറഞ്ഞു, അത് ഏത് ഫീൽഡിലുള്ള ആളായിക്കോട്ടെ, ഇതിൽ ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ ഒരു പ്രശ്നമല്ല, നിങ്ങളെ ഏജ് ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ല. ഇത് സിമ്പിൾ ആയിട്ട് നമ്മളെ ബ്രെയിനും നാഡീകളും തമ്മിലുള്ള ഒരു ആശയവിനിമയം, അത് ഒരു ലളിതമായ രീതിയിൽ അതിനാക്കിയിട്ട് നമ്മൾ എന്താ പറയാ, നമ്മളൊരു ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് NLPന്റെ ഒരു ഇത് വരുന്നത്. NLP കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂറോൺസ് എന്താണ്? നമ്മളെ ബ്രെയിനിനെയാണ് അത് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് നമ്മളെ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അറിയില്ലേ?
പിന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ നമ്മളെ പെരുമാറ്റത്തിനെയും അതുപോലെ തന്നെ നമ്മളെ ചിന്തകളെയൊക്കെ പ്രതിനിധീകരിക്കുന്നതിനാണ് ഈ പ്രോഗ്രാമിംഗ്. ഇതിന് സാമ്പത്തിക പ്രോബ്ലം പറ്റുമോ? മണി ബ്ലോക്ക് ക്ലിയർ അല്ല. എനിക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണോ? ഇല്ല, അവരുടെ സൗണ്ട് മുറിഞ്ഞാണ് കേൾക്കുന്നത്. അവർ എഴുതി ചോദിക്കൂ. മാം ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? റെക്കോർഡ് ക്ലാസ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലഭിക്കും. മണി ബ്ലോക്ക് കാരണം റേഞ്ചിനൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കില് അതുണ്ടാവും. ക്ലാസ് പോകുന്നു. ഓക്കെ, റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ റെക്കോർഡ് ക്ലാസ് ജോയിൻ ചെയ്തവർക്ക് ഉണ്ടാവും. മാം പിന്നെ നമ്മള് പറയല്ലോ ഈ NLP പഠിക്കണമെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം, ഇപ്പൊ ഓൺലൈനായി പഠിച്ച അത്രക്ക് ബെനിഫിറ്റ് കിട്ടൂല എന്നൊക്കെ. അപ്പൊ അത് അതിനെ കുറിച്ചിട്ട് എന്താ മാമിന്റെ അഭിപ്രായം? ഓഫ്ലൈനായിട്ട് ഓൺലൈനും ഓഫ്ലൈനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാന് കൗൺസിലിംഗ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്താൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷനും ഓൺലൈനായിട്ട് കൊടുത്താൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാന് കൊറോണ ടൈമിൽ ഇത് പിന്നെ വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കൗൺസിലിങ്ങും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ ഫോണിൽ കൂടി കൊടുത്തിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മളെ മൈൻഡ് ഇതിലുണ്ടെങ്കിൽ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റും. ഈ ഒരു ഓഫ്ലൈൻ ആണ് ഓൺലൈൻ ആവുമ്പോ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ സൗദി അറേബ്യയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്, നിങ്ങൾ നാട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ആ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷെ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നാൽ മതി. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കും പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ച് ഒഴിഞ്ഞൊരു റൂമിൽ ഇരിക്കണം, കുട്ടികളൊന്നും ഡിസ്റ്റർബ് ഇല്ലാതെ, അല്ലെങ്കിൽ വേറെ ആളുകൾ, അങ്ങനെ ഒരു ഫ്രീ മൈൻഡിൽ. അത് ക്ലാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എഫക്റ്റീവ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആവും. ഞാൻ ട്രീറ്റ്മെന്റ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എഫക്റ്റീവ് ആയിട്ടുണ്ട്. മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് രണ്ടും കുഴപ്പമില്ല എന്നുള്ളതാണ്. നമ്മൾ കൂടുതലായിട്ട് മാസ്റ്റർ വരുമ്പോ ഓഫ്ലൈൻ നമ്മൾ ചെയ്യും. മാസ്റ്ററും ഓൺലൈനായിട്ട് ചെയ്തിട്ട് എഫക്റ്റീവ് ആയതുണ്ട്. അപ്പൊ അത് നമ്മളെ മൈൻഡ് പോലെയാണ്. നമ്മൾ പല സമയത്തും ചോദിക്കലുണ്ട് മനസ്സിലായോ എന്നുള്ളത്. എപ്പോഴും കുട്ടികളൊക്കെ, പല കുട്ടികളും പ്രശ്നങ്ങൾ പറഞ്ഞു വരലുണ്ട്. ക്ലാസ്സിലിരിക്കും, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കിട്ട്, പക്ഷെ അത് മൈൻഡിൽ ഇല്ല, പെട്ടെന്ന് പോകും എന്നൊക്കെ ഉള്ളത്. അതിന്റെ ഒരു കാരണം അത് മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. വെറുതെ ഞാനെന്നെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ന് പറയും. എല്ലാരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളതാണ് മനസ്സിലായോ ആന്ന്. എന്താണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കണം, മനസ്സിലേക്ക് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും കാണാനും ഒക്കെ പറ്റും. പക്ഷെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ള ഒരു പ്രത്യേകത എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആക്കുള്ളൂ. ഈ സേവ് ആയ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ, നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് ആ മെമ്മറിയിൽ വരുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ്, പല കുട്ടികളും ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത്, എല്ലാവരും ഈ ക്ലാസ് ആണെങ്കിലും ഏത് ക്ലാസ് ആയിക്കോട്ടെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രസന്റിലി നമ്മളെ ബോഡി ഇവിടെ ഉണ്ട്, മൈൻഡ് ഒക്കെ ഉണ്ട്. പക്ഷെ മൈൻഡ് എത്രയും സ്പീഡിൽ എവിടെ വേണമെങ്കിലും എത്താൻ പറ്റിയൊരു സാധനമാണ് ഇത് നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് വേറെ എവിടേക്കോ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളൊരു സമയത്ത് എന്താണ് ആ ക്ലാസ്സിൽ പറഞ്ഞത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്നും കേറിയിട്ടുണ്ടാവില്ല. അപ്പം എന്താണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചത്, അത് മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആവും. ക്ലിയർ ആണോ?
എക്സാം ഒക്കെ ഉണ്ടാവും ഇതിന്? മനസ്സിലായി. ഇല്ല ഇല്ല എക്സാം എക്സാം ഒക്കെ ഒന്നും ഇല്ല. ഉണ്ടാവുമോ? ഇല്ല, എക്സാം ഇല്ല. നിങ്ങൾക്ക് കുറച്ച് തെറാപ്പികൾ ഉണ്ടാവും. ജസ്റ്റ് ഇതിൽ ഓരോ കാര്യങ്ങൾ, മെഡിറ്റേഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങളെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സാം, ഒരു കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂറോലിംഗ്വിസ്റ്റിക് ഒരു ബിഹേവിയർ സയൻസ് ആണ് ഇത്. അപ്പൊ നമ്മളെ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുക, നമ്മളിൽ കുറച്ചും കൂടി ഒരു പവർ കൊണ്ടുവരിക, നമ്മളെ ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവണമെങ്കിൽ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നമ്മൾ ഒന്നും കൂടെ പവർ ആവണം എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നമ്മൾ തരുന്ന വർക്കുകൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളോ, അല്ലാതെ വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ടെൻഷൻ എന്നുള്ളതിനെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻഷൻ ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് എക്സാമിന്റെ പേടിയോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പേടിയോ ഒന്നും വേണ്ട. ഇതിൽ ആൻസർ തരിക എന്നുള്ളത് അത് നിങ്ങളെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിനുള്ളൊരു തെളിവാണ്. നിങ്ങൾ ഇതിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വയം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഓരോ ക്ലാസ്സിലെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളെ ഡൗട്ടുകൾ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാവും. സമയം ഇത് ഓക്കെ അല്ല എല്ലാവർക്കും? ഈ ഒരു 8 to 9 എന്നുള്ളത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഇവിടെ എനിക്ക് സമയം 5:30 ആണ്. ാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ഈ ഒരു ബേസിക് കോഴ്സ് നമ്മൾ ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളൊരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ക്ലാസ് ഒന്ന് വിശദമായിട്ട് തുടങ്ങുക 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. എന്തായാലും ഒരു ഉറപ്പ് ഞാൻ തരാം, നിങ്ങൾ എന്താണോ, എന്ത് മാറ്റാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത്, അതിലൊരു സംശയമില്ല. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്ര പൈസ മുടക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഇരട്ടിന്റെ ഇരട്ടി നിങ്ങൾക്ക് എഫക്റ്റ് എന്തായാലും കിട്ടും. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പതുക്കെ പതുക്കെ നിങ്ങൾ ആ ഒരു മാറ്റം നിങ്ങൾ തിരിച്ചറിയും. ഞാൻ എന്ന വ്യക്തി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞ് ഇവിടെയും ഞാൻ ക്ലാസ്സും കാര്യങ്ങളും എടുക്കാൻ പോവാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു NLP എന്ന കോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി നിങ്ങൾ ക്യാഷ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവൂല എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രി ഒക്കെ ചെയ്തിട്ട് ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു ജോലിക്കോ ഒന്നിനും പോവാതെ നിന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു NLPക്ക് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ടൈമും നിങ്ങൾ കൊടുത്തിട്ടുള്ള ക്യാഷും വെറുതെ ആവില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഇതിലേക്ക് ചിലപ്പോൾ നമ്മളെ അറിവിലുണ്ടാവും കുറെ പേടിയുള്ള ആൾക്കാരുണ്ടാവും. ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. വീട്ടമ്മമാർക്കും സാധാരണ ആളുകൾക്കും ഏത് ഫീൽഡിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഏജോ എഡ്യൂക്കേഷനോ ഒന്നും ഇതിന് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ജോയിൻ ചെയ്യിക്കാം. 2 ദിവസം കൂടെ സമയമുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം എന്ന് അവരെയും കൂടെ, നിങ്ങൾ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അവരെയും കൂടെ രക്ഷപ്പെടുത്തുക. ഓക്കെ, ഇനി ആർക്കും സംശയം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.